Hi everyone, welcome back. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അരുന്ധതി റോയുടെ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിന്റെ സമ്മറിയാണ്. ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് വാസ് റിട്ടേൺ ഇൻ 1997 ആൻഡ് ഇറ്റ് ഈസ് എ ഡെപ്ത് നോവൽ വിച്ച് വൺ ബുക്ക് പ്രൈസ്. ഈ ഒരു നോവൽ എന്ന് പറയുന്നത് കേരളയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഐമനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൗണിലാണ് ഈ ഒരു നോവൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് എക്സ്പ്ലോർസ് ഫാമിലി ഡൈനാമിക്സ്, ലവ്, കാസ്റ്റ്, forbidden relationships, childhood, and social injustice through the story of twins Rahel and Esther. And ഈ ഒരു വർക്കിലുള്ള മെയിൻ ക്യാരക്ടേഴ്സ് ആണ് റാഹേൽ. ഷീ ഈസ് എ ട്വിൻ ഡോട്ടർ ഹു ഇസ് വെരി സെൻസിറ്റീവ്, ആൻഡ് എസ്ത ഇസ് എ ട്വിൻ സൺ ഹു ഇസ് ട്രോമറ്റൈസ്ഡ്. ആൻഡ് അമ്മു ഇസ് ദ മദർ ഓഫ് എസ്ത ആൻഡ് രാഹുൽ. ആൻഡ് വെലുത ഈസ് എ lower caste man who is falling in love with Ammu. That is Ammu's lover. Then is ബേബി കൊച്ചമ്മ. ബേബി കൊച്ചമ്മ എന്ന് പറയുന്നത് ഒരു മാനിപ്പുലേറ്റീവ് ഓണ്ട് ആണ്. ആൻഡ് നെക്സ്റ്റ് ഇസ് ചാക്കോ. ചാക്കോ ഇസ് അമ്മൂസ് ബ്രദർ. ആൻഡ് മാമച്ചി ആൻഡ് പാപ്പച്ചി ഇസ് ഗ്രാൻഡ് പാരൻസ്. ഈ ഒരു വർക്ക് ബിഗിൻ ചെയ്യുന്നത് റാഹേൽ ഇസ് റിട്ടേണിംഗ് ടു ഐമനം. ഒരുപാട് കാലത്തിന് ശേഷമാണ് എബ്രോഡിൽ നിന്ന് റാഹേൽ ഐമനത്തിലേക്ക് തിരിച്ചു വരുന്നത്. പാസ്റ്റ് മെമ്മറീസ് ഓഫ് ചൈൽഡ്ഹുഡ് വിത്ത് എസ്ത സ്ലോലി അൺഫ്ലോഡ്. ആൻഡ് ഈ രണ്ട് ട്വിൻസും എന്താണ്, ദേ ആർ വെരി ക്യൂരിയസ്, ഇന്റലിജന്റ് ആൻഡ് സെൻസിറ്റീവ് ടു ഫാമിലി ടെൻഷൻസ്. പിന്നീട് അമ്മുയുടെ സ്റ്റോറിയാണ് പറയുന്നത്. അമ്മു ഇസ് ദ മദർ ഓഫ് റാഹേൽ ആൻഡ് എസ്ത ഹു ഇസ് ട്രാപ്ഡ് ഇൻ എ ഫെയിൽഡ് മാരേജ് വിത്ത് എ ക്രൂവൽ മാൻ. അമ്മു റാഹേലിനെയും എസ്തേനെയും കൂട്ടിയിട്ട് തിരിച്ച് അമ്മുയുടെ വീട്ടിലേക്ക് വരുവാണ് ചെയ്യുന്നത്. ആ കാലഘട്ടത്തിൽ വിവാഹം കഴിഞ്ഞൊരു സ്ത്രീ ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് സ്വന്തം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ they will be facing so much of restriction and judgments from the society, from the relatives and from their own home. Even today's society has not changed from that concept. Later, Ammu is falling in love with Veluda. വെലുത എന്ന് പറയുന്നത് ഒരു ലോവർ ക്ലാസ് മെൻ ആണ്. ഷീ ഈസ് ബ്രേക്കിംഗ് ദ സോഷ്യൽ റൂൾസ്. അവരുടെ ഒരു പ്രണയം എന്ന് പറയുന്നത് പാഷനേറ്റ് ആണ്, ബട്ട് സീക്രട്ട്, ആൻഡ് ഇറ്റ് ബിക്കംസ് എ സെൻട്രൽ കോൺഫ്ലിക്റ്റ് ഓഫ് ദ നോവൽ. ഒരു വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ് ആ വ്യക്തി വളർന്നു വന്നു കഴിഞ്ഞാൽ ഒരു അഡൾട്ട് ആയിട്ട് ഉണ്ടാവുന്ന അവരുടെ പേഴ്സണാലിറ്റിയും ക്യാരക്ടറും ഒക്കെ. അതുകൊണ്ട് തന്നെ രാഹേലും എസ്തയും ദേ ഒബ്സർവ് ലവ്, സെക്ഷുവാലിറ്റി ആൻഡ് സോഷ്യൽ ടാബൂസ് ഫ്രം എ ചൈൽഡ്സ് പെർസ്പെക്റ്റീവ്. അവർ വളരെ ഇന്നസെന്റ് ആണ്, ബട്ട് പെർസ്പെക്റ്റീവ്, അണ്ടർസ്റ്റാൻഡിങ് ഫാമിലി ടെൻഷൻസ്, ഹിഡൻ ഡിസയേഴ്സ്, കാസ്റ്റ്, ക്ലാസ് ഹൈറാർക്കി, ഇതൊക്കെ അവർ മനസ്സിലാക്കാൻ തുടങ്ങി. ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻസിഡൻസ് ആണ് പിന്നീട് ലോങ് ലാസ്റ്റിംഗ് കോൺസിക്വൻസ് ഉണ്ടാക്കുന്നത്. വളരെ ചെറിയ കാര്യങ്ങൾ എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് നമ്മുടെ ലൈഫിനെ കൺട്രോൾ ചെയ്യുന്നത്. ബേബി കൊച്ചമ്മ എന്നാണ് ചെയ്യുന്നത്. അതായത് രാഹേലിനെയും എസ്തേനെയും വെലുത തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചു എന്നാണ് പോലീസിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ പോലീസ് എന്താണ് ചെയ്യുന്നത്, വെലുതയെ കുറെ അടിക്കുന്നു ആൻഡ് ദേ ആർ കില്ലിങ് ഹിം. ആൻഡ് ഈ ഒരു ട്രാജഡി കാരണം അമ്മു ഇമോഷണലി തകരുവാണ് ചെയ്യുന്നത്, ലീഡിങ് ഹെർ ടു ഡൈ അലോൺ, സെപ്പറേറ്റഡ് ഫ്രം ഹെർ ചിൽഡ്രൻ. ഈ സിറ്റുവേഷനിലേക്കൂടെ ഒക്കെ കടന്നുപോയ എസ്ത എന്താണ് ചെയ്യുന്നത്, ഷീ ഈസ് ബിക്കമിങ് വെരി ട്രോമറ്റൈസ്ഡ് ആൻഡ് ഷീ ഈസ് ലീവിങ് ഹെർ ഹോം ഫോർ ഇയേഴ്സ്, അൺഎബിൾ ടു കോപ്പ് അപ്പ് വിത്ത് ദ പാസ്റ്റ്. ആൻഡ് റാഹേലും വളരുവാണ് ചെയ്യുന്നത്, ക്യാരിയിങ് മെമ്മറീസ് ആൻഡ് ഗിൽട്ട്. ഓക്കെ, റാഹേലും എബ്രോഡിൽ തന്നെയാണ്. ആൻഡ് റാഹേൽ ഇസ് റിട്ടേണിംഗ് ആസ് ആൻ അഡൽട്ട് ടു റീവിസിറ്റ് ദ പാസ്റ്റ്. ഈ റാഹേലിന്റെയും എസ്തയുടെയും ലൈഫ് ഇസ് ഫോർഎവർ ഷേപ്ഡ് ബൈ കാസ്റ്റിസം, ഫാമിലി റെസ്ട്രിക്ഷൻ ആൻഡ് സോഷ്യൽ ഇൻജസ്റ്റിസ്. ആൻഡ് ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹാവിംഗ് എ നോൺ ലീനിയർ ടൈം ലൈൻ. അതായത് സ്റ്റോറി ഈസ് കോൺസ്റ്റന്റ്ലി സ്വിച്ചസ് ബിറ്റ്വീൻ പാസ്റ്റ് ആൻഡ് പ്രസന്റ്, ദാറ്റ് ഈസ് ചൈൽഡ്ഹുഡ് ആൻഡ് അഡൽട്ട്ഹുഡ്. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, മനുഷ്യന്റെ മെമ്മറി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നാണ്. അതായത് നമ്മൾ വളരെ ചെറിയ കാര്യം എന്നൊക്കെ വിചാരിച്ച് തള്ളിക്കളയുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊരു ലൈഫ് ലോങ് ഇമ്പാക്ട്, ട്രോമയായിട്ട് നമ്മളെ ലൈഫ് ലോങ് നമ്മളത് ക്യാരി ചെയ്യാണ് ചെയ്യുന്നത്. ഇതിന്റെ എൻഡിങ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ Rahel and Essa is reuniting as an adult, reflecting on their childhood and losses. അവർ രണ്ടുപേരും ഇമോഷണലി ബ്രോക്കൺ ആണ്, ക്യാരിയിങ് ഡീപ് ചൈൽഡ്ഹുഡ് ട്രോമ. ആൻഡ് ഈ ഒരു വർക്കിന്റെ ഫൈനൽ ചാപ്റ്ററിൽ, അതായത് ലാസ്റ്റ് ചാപ്റ്റർ മൂവ്സ് ബാക്ക് ടു ദ പാസ്റ്റിലേക്കാണ്. നമ്മൾ പറഞ്ഞു നോൺ ലീനിയർ ടൈം ലൈൻ ആണെന്ന്, പാസ്റ്റിന് പ്രസന്റിലേക്കും പ്രസന്റിന് പാസ്റ്റിലേക്കുമാണ് ഈ ഒരു സ്റ്റോറി ഷിഫ്റ്റ് ചെയ്യുന്നത്. ലാസ്റ്റ് ചാപ്റ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പാസ്റ്റിലേക്ക് മൂവ് ചെയ്യാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ നൈറ്റ് അമ്മു ആൻഡ് വെലുത മീറ്റ് സീക്രട്ട്ലി. അതായത് വെലുത മരിക്കുന്നതിന്, അറസ്റ്റ് ആവുന്നതിന് തൊട്ട് തലേ ദിവസമാണ് ഇവര് രണ്ടുപേരും തമ്മിൽ കാണുന്നത്. ദ ലവ് ഇസ് ഷോൺ ആസ് ജെന്റിൽ, ഹ്യൂമൻ ആൻഡ് ടെൻഡർ.
And that chapter is ending with the word tomorrow. So നമുക്ക് റീഡേഴ്സിന് അറിയാം tomorrow here is deeply ironic. അതായത് Ammu and Veluta believe in a future, but we readers know that tomorrow brings tragedy, betrayal and death, because next day Veluta മരിക്കുകയാണ് ചെയ്യുന്നത്. They don't know about that, but as a readers we know what is going to happen next. സോ ഫൈനലി ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് നമ്മളോട് എന്താണ് പറയുന്നത്? ചെറിയ സ്നേഹം, ചെറിയ മൊമെന്റ്സ് ആണ് ജീവിതത്തിന്റെ റിയൽ വാല്യൂ. ബട്ട് സൊസൈറ്റി അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ആൻഡ് ദാറ്റ് ഇസ് എ റിയൽ ട്രാജഡി ഓഫ് ദ നോവൽ. So hope you have loved this video and understand the Arundhati Roy's most famous work, The God of Small Things. So if you are the one who is still hunting for how to start a preparation for the NET exam, please visit our website www.englishlegacyhub.com for our guidance and to purchase our study materials. If you like this video, please like, share and subscribe to the channel for more literature summaries, UGC NET notes and exam-oriented explanation. Thank you for watching. See you in the next video.